ഗൈസ് ഇന്ന് നമ്മൾ ഒരു പ്രീമിയം കോട്ടൺ ഫാബ്രിക് എങ്ങനെ നിച്ച് ചെയ്യണം എന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് മാർക്കറ്റിൽ രണ്ട് തരം ഫാബ്രിക്കുകൾ, ഒന്ന് ഓവൺ ഫാബ്രിക്, ഒന്ന് നിറ്റിംഗ് ഫാബ്രിക്. നിറ്റിംഗ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് നിറ്റിംഗ് ഫാബ്രിക്കാണ്. അതേപോലെ തന്നെ നമ്മളെ ചുരിദാർ അങ്ങനത്തെ കടിച്ചതാണ് ഓവൺ ഫാബ്രിക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം. ഇപ്പോൾ ഒരു നിറ്റിംഗ് ഫാബ്രിക്കിൻ്റെ നിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 100ഓളം ഇതുപോലത്തെ റൂള് വെച്ചിട്ടാണ് ഈ ഒരു നിറ്റിംഗ് നടക്കുന്നത്. ഇവിടെ ഒരുപാട് നിറ്റിംഗ് മെഷീനുണ്ട്. ഞാൻ വ്യക്തമായി വിശദമായി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. പിന്നെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി, ഇത് ചെയ്ത ഫാബ്രിക് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു മാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇവിടെ നിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർസ് എന്ന് പറഞ്ഞ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമ്മൾ ടീഷർട്ടിന് ഉപയോഗിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നമ്മൾ ഈ പോളോ ടീഷർട്ട് അങ്ങനത്തേനൊക്കെയാണ് അത് ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരില്ലേ, അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു നിറ്റിംഗ് തൊട്ടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ നിറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 90 to 100 റൂള് ഒരേ സമയം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നിറ്റിങ്ങിലൂടെ ഉണ്ടാവും ഈ ഓരോരോ നൂലിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അകത്താണ് ഈ ഒരു ഏത് തരത്തിലുള്ള ഒരു പിന്നെ ഫാബ്രിക് വേണം എന്നുള്ളത് അതിൻ്റെ രീതി അവർ പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ഉണ്ടോ, അവിടെ ഇതൊരു ഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഏകദേശം ഒരു 100ഓളം ഇത് നല്ല രീതിക്കുള്ളൊരു നിറ്റിങ്ങാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, 1 കിലോ വെയിറ്റിലുള്ള നൂലിൻ്റെ ഓരോ ഉണ്ട വെച്ചിട്ടാണ് ഇത് നിറ്റി നടക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ നൂല് പൊട്ടുക അങ്ങനത്തെ വിഷയങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കിന് ഈ സാധനം നിന്ന് പോകും. അത് വന്നിട്ട് ഇതിൻ്റെ അത് റെഡി ഏത് ഭാഗത്താണ് നൂല് പൊട്ടിയിരിക്കണം എന്നുള്ളത് നോക്കി അത് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഇപ്പുറത്തും വേറൊരു നിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഓരോ നിറ്റിങ്ങും വ്യത്യസ്ത ഇനം മെഷീനുകളും അതേപോലെ തന്നെ വ്യത്യസ്ത ഇനം ക്ലോത്തുകളും. ഒരു ഉദാഹരണത്തിന് ഈ ഒരു ക്ലോത്ത് എങ്ങനെ വേണം എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്തിട്ട് അത് ഈ നിറ്റിംഗ് മെഷീനിൽ അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് വഴിയാണ് ഇത് ചെയ്യുക. കണ്ടോ, ഈ നിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നൂലാളിങ്ങനെ ഈ റീലിൽ നിന്നിങ്ങനെ റിമൂവായി ഇതിലേക്കൂടെ ഇങ്ങനെ നേരെ വന്നിട്ട് ഈ നൂലുണ്ട് അതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന നൂലാണ്. ഏകദേശം ഒരു 100ൻ്റെ അടുത്ത് മെഷീന്, അതായത് 100ൻ്റെ അടുത്ത് നൂലുകൾ ഒരേ സമയം ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഇത് നിറ്റിങ് നടക്കുന്നത്. കണ്ടോ, ഇത് ഏകദേശം ഒരു നിറ്റിങ്ങിൻ്റെ മെഷീൻ്റെ ഒരു വീതി ഉണ്ട്. അതായത് നമ്മൾ മെഷീൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത് എത്രത്തോളം വീതിയിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒരു മെഷീനിലേക്ക് അതിൻ്റെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ മെഷീൻ അതിന് പർപ്പസിൽ വർക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെ ഇവിടെ ഈ കൂട്ടിയിട്ടുള്ളതൊക്കെ ഓരോ നൂലുകളാണ്. ഇതൊക്കെ ഓരോ കമ്പനി അവരുടെ ഓൺ പ്രൊഡക്ഷനായി നിറ്റിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിറ്റിങ് നൂലുകളാണ് ഈ കാണുന്നതൊക്കെ. അതൊക്കെ പലതും പല ക്വാളിറ്റിയാണ്. പ്രീമിയത്തിലും ഒരുപാട് ക്വാളിറ്റി നൂലുകളുണ്ട്. പിന്നെ അപ്പുറത്തും വേറെ ഒരുപാട് നിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരു 15ഓളം മെഷീന് ഓൾറെഡി ഈ ഒരു നിറ്റിങ് കമ്പനിയിൽ തന്നെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ വേറൊരു നിറ്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വ്യക്തമായി അതിൻ്റെ ചെയ്ത ഫാബ്രിക്കുകളും ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. അത് നിറ്റിങ്ങിൽ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് ബാക്കിയുള്ള കാരണങ്ങൾ കിടക്കുന്നുണ്ടാവും. ഇത് കുറച്ച് വീതി കുറവാണ്. അതേപോലെ തന്നെ അപ്പുറത്തും കുറച്ച് നിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിൻ നിറ്റിങ് നടക്കുന്നത്. ഇത് അവരെ ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവർ നിറ്റിങ് മാത്രം ചെയ്യുന്ന കമ്പനിയാണ്. ഇവർക്ക് നമ്മൾ നൂല് കൊടുത്തു കഴിഞ്ഞാൽ ആ നൂലിൻ്റെ യാണിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാബ്രിക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് ഈ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്ന ടീം കണ്ടെത്തി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതൊരു ഗ്രേ കളറാണ് ഈ തുണി വന്നിട്ടുള്ളത്. അതായത് ഇത് ഗ്രേ കളർ വരാനുള്ളതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് വാ, ഇതുണ്ടോ, ഇത് ഡൈയിങ് ചെയ്ത നൂലാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു കളറിലേക്ക് കിട്ടാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് വൈറ്റ് കളറാണ്, ഗ്രേ മുണ്ടാണ്, അതായത് ഗ്രേ നൂലാണ്. ഗ്രേ നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അത് ഗ്രേ കളറിലേക്ക് വരും. സാധാരണ ഇതിന് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ നൂല് കളർ മുക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു സെൻറ്റർ കൂടെ ഒരു ലൈനൊക്കെ വണച്ചെങ്കിൽ ആ ലൈനിൽ മാത്രം സെപ്പറേറ്റ് കളറ്, ബാക്കിയുള്ള ഭാഗത്ത് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, അത് നമുക്ക് എങ്ങനെ നിറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ ഫാബ്രിക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ, അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് കാണുന്നുള്ളൊരു വ്യൂ, അപ്പോൾ അത് പല രീതിക്കും ചേഞ്ച് ആക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ടീഷർട്ട് ഇതൊരു പ്രീമിയം ക്വാളിറ്റി ടീഷർട്ടാണ്. നമ്മൾ ആ സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. സൈറ്റിൽ നിന്ന് കയറി നോക്കുക. ഒരുപാട് ഓപ്ഷൻസുകളും കാര്യങ്ങളും നമ്മൾ സൈറ്റിലുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പല രീതിക്കുള്ള ഈ നിറ്റിങ് കണ്ടോ, ഇത് നല്ല രീതിക്ക് നിറ്റിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ദിവസം ഏകദേശം
ഒരു ഒരു മണിക്കൂറിൽ ഏകദേശം ഒരു 30-40 കിലോ അത് നിറ്റി കിട്ടും. 30 കിലോ എന്ന് പറയുമ്പോൾ കെ ജി വൈസ് ചെയ്തിട്ടാണ് ഈ നിറ്റിങ്ങൊക്കെ നോക്കുക. കണ്ടോ, ഇതൊക്കെ നിറ്റിങ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് നൂലുകളാണ്. പിന്നെ മെയിൻ കാര്യം എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തിന് ഒരു ഫാബ്രിക് നിങ്ങൾ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് നിങ്ങൾ ചെന്നാൽ ആ ഫാബ്രിക് അതേപോലെ തന്നെ നിറ്റിങ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഏത് രീതിക്കും ഏത് ലുക്കിലും മാറ്റാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു വൈറ്റ് നൂലും അതേപോലെ തന്നെ ബ്ലാക്ക് നൂലും കൊടുത്തിട്ടാണ് ഇവിടെ നിറ്റിങ് നടക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ഇതുണ്ടോ, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നിറ്റിങ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഈ 2 നൂല്, അതായത് നമ്മൾ സാധാരണ ഈ കോളറുള്ള ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന പോളോ ടൈപ്പ് ടീഷർട്ട്, അങ്ങനത്തെ ടീഷർട്ടുകൾക്കൊക്കെയാണ് ഈ സംഭവം ചെയ്യുക. അത് ഏത് റേഞ്ചിലും ഏത് ലുക്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ നൂല് ഏതൊക്കെ ഓരോ കമ്പനിക്കും പല ക്വാളിറ്റിയൊക്കെയാണ്. മനസ്സിലായോ? ലോക്കൽ നൂലുണ്ട്, അതായത് പിന്നെ ക്വാളിറ്റി കൂടിയ സാധനമുണ്ട്, പ്രീമിയം സാധനങ്ങളുണ്ട്, പക്ക ഹെവി റേഞ്ച് പ്രീമിയം ഉണ്ട്. ഇപ്പോൾ അതായത് അലൻസോളി അങ്ങനത്തെ വലിയ ഡീസൽ അങ്ങനത്തെ ഏത് സാധനം ഏത് നൂലാണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഇത് പ്രൊഡക്ഷൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതിൽ യാതൊരു സംശയവും. ഇതൊക്കെ ഉണ്ടോ, അതിപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അണ്ണാ ഇതൊക്കെ പണിയ ഫാബ്രിക് എങ്ങനെ ഇருக்கு? ഫൈനലാ പണിയ ഫാബ്രിക് ഫൈനലാ പണിയ ഫാബ്രിക് ഇല്ലേ ഇங்கே നിറ്റിങ് കംപ്ലീറ്റ് ഫാബ്രിക് സാമ്പിൾ ഇருக்கு? ഓക്കെ. അതായത് ഇവിടെ ഈ കാണുന്ന ഫാബ്രിക്കൊക്കെ ഇവിടുന്ന് നിറ്റിങ് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ള ഫാബ്രിക്കുകളാണ്. ഇതുണ്ടോ, ഇതൊക്കെ നിറ്റിങ് ചെയ്ത് റെഡി ആയിട്ടുള്ള ഫാബ്രിക്കുകളാണ്. ഇതൊക്കെ ഈ ഫാബ്രിക് ഏതൊക്കെ ക്വാളിറ്റി വേണം നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ള അറിയില്ല. അതേപോലെ തന്നെ ഇതുണ്ടോ ഇപ്പുറത്തും പിന്നെ ഇത് ലാസ്റ്റ് ടൈമിൽ വരുമ്പോൾ ഒരു ലൈന് വരും. ഈ ഫാബ്രിക്കാണ്. അതായത് ഇത് നമുക്ക് ഇനി ഇതിനെ ഡൈയിങ് ചെയ്തിട്ട് ഇത് എത്ര GSM മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ലുക്ക് മാറ്റാൻ പറ്റും. ഏത് രീതിക്കും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഫൈനലി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ആദ്യം നമുക്ക് മുന്നേ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് പല രീതിക്ക് മാറ്റാൻ പറ്റും. ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുള്ള ഫാബ്രിക്കുകളാണ്. ഇത് പലതും ഏറ്റവും കൂടുതൽ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് 200 GSM 150 GSM ഉള്ള ഫാബ്രിക്കുകളാണ് അധികം ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് റെഡി ആയതിനു ശേഷം ഇതിൽ ലൈറ്റ് അടിച്ചിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യും. അതായത് ഫാബ്രിക്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒരു പ്രീമിയം സാധനമാകുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ ഇങ്ങോട്ട് വെച്ചെങ്കിൽ ഇതുണ്ടാവും, ഇതൊരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ്, മാർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതേപോലെ തന്നെ ഇത് വേറൊരു ഫാബ്രിക്കാണ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും അത് പിന്നെ ഓരോ ഫാബ്രിക്കിനും അതിൻ്റേതായൊരു ഇതുണ്ടാവും. ഈ ഫാബ്രിക് ഉണ്ടാവും കുറച്ച് പ്രീമിയം ക്വാളിറ്റിയാണ്. ഇത് തൊടുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇപ്പോൾ ഇവിടെയുള്ള ഫാബ്രിക്കുകൾ ഇതാണ് ചെയ്യുന്നത് വേറെ ടൈപ്പ് ഫാബ്രിക്കാണ്. ഉണ്ടാവും ഫാബ്രിക് ഉണ്ടാവും ഇതിൻ്റെ അടുത്തേക്ക് ഉണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഫാബ്രിക്കുകൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാന്ന് വെച്ചെങ്കിൽ ഇതുണ്ടോ, ഇതുണ്ടോ ബ്ലാക്ക് അതേപോലെ തന്നെ വൈറ്റ് റെഡി ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ അത് വൈറ്റിൽ ഉണ്ട്. അധികം ഒരുവിധം എല്ലാ ബ്രാൻഡുകളും ചെയ്യുന്ന ഒരു പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നൂല് വാങ്ങും. ഏത് കമ്പനിയിൽ നിന്നാണോ ഏത് ക്വാളിറ്റി ഉള്ള നൂലാണോ ആ നൂല് വാങ്ങിച്ചിട്ട് ആ നൂലിൽ നിന്നും അവർ ഏത് ക്വാളിറ്റി ഉള്ള നൂലാണ് എന്നുള്ളത് ആദ്യം കൺഫേം ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു നിറ്റിങ് കമ്പനിക്ക് സാധനം കൊടുക്കുക. മനസ്സിലായോ? അതായത് മിനിമം നമ്മൾ നിറ്റ് ചെയ്യുമ്പോൾ 250 kg ഇരിക്കണം. ഏറ്റവും കുറഞ്ഞ 250 kg ഇരിക്കണം. അത് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് എത്രത്തോളം അതായത് ഡൈയിങ്ങും അതേപോലെ തന്നെ നിറ്റിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം ഈ ഒരു ഇങ്ങോട്ട് ഇതൊരു ഏകദേശം ഒരു 100ഓളം സംഭവങ്ങളുണ്ട് എന്നല്ലോ ഒരു നൂല്. ഈ നൂലൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും. അപ്പോൾ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യാൻ വെച്ചാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഏറ്റവും കുറഞ്ഞ ഒരു 250 പീസെങ്കിലും വേണം. ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നൂല് ഇപ്പോൾ ഈ ഒരു നൂലിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോ വെയിറ്റ് ഉണ്ടാവും. ചിലതൊക്കെ 1.5 കിലോ വെയിറ്റ് ഉണ്ടാവും. മാക്സിമം വരുന്നത് 1 കിലോനാണ്. ഇതൊക്കെ 1 കിലോ വെയിറ്റുള്ള നൂലിൻ്റെ റോളാണ് വരുന്നത്. അപ്പോൾ ഈ നൂല് ഇവിടെ ഒരു 100 പീസ് നിറച്ച് കഴിഞ്ഞാൽ തന്നെ 100 കിലോനായി. മനസ്സിലാവും? അപ്പോൾ ഒരു നൂല് ഒരു 2 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 250 kg പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിയും. അതാണ് മെയിൻ കാര്യം.
പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ടീഷർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള ലുക്ക് ഉണ്ടോ, ഇതിൻ്റെ അടിപൊളിയല്ല. ഇതിന്മേൽ പ്രത്യേകം വെച്ചാൽ ഇതിൻ്റെ പ്രിൻറ്റിങ് ഒരിക്കലും പോകില്ല. ഇത് സാധാരണ ഒരു പ്രിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വാഷാണ് ഗ്യാരണ്ടി കൊടുക്കുക ഏത് ബ്രാൻഡിൻ്റെ ആയാലും. നമുക്കൊരു 50 വാഷിന് ഗ്യാരണ്ടി തരാൻ പറ്റും. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഓൺ മാനുഫാക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ക്വാളിറ്റി എന്താണ്, എത്രത്തോളം ലൈഫ് ഇത് ഈട് നിൽക്കും എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി വേണ്ടിയിട്ട് നമുക്ക് തരാൻ വേണ്ടി സാധിക്കും. നല്ല ലൈഫുള്ള സാധനമാണ്. നമ്മൾ ഈ ഫാബ്രിക് ആണെങ്കിലും പക്ക പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബാക്കത്തെ ലുക്ക് ഉണ്ടാവും. ഇതേപോലെ വെറൈറ്റി ലുക്കിലുള്ള ഒരുപാട് ടീഷർട്ടുകൾ നമ്മൾ ഈ ഒരു സൈറ്റിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ സൈറ്റുണ്ട്. കയറി നോക്കിക്കോ, ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കോ. ഓക്കെ, അടുത്തൊരു വീഡിയോയിലുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.